ജനുവരിയിൽ എക്സാം വരും. അപ്പം ഇനിയിപ്പോൾ അത്രയും സമയമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കിനാണ് മുൻഗണന കൊടുക്കേണ്ടത്, സിലബസിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതാണ്. ഹായ്, ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അതായത് ഇപ്പോൾ നമുക്ക് എക്സാം വരുന്നത് എപ്പോഴാണ്? ജനുവരിയിൽ എക്സാം വരും. അപ്പം ഇനിയിപ്പോൾ അത്രയും സമയമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കിനാണ് മുൻഗണന കൊടുക്കേണ്ടത്, സിലബസിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഇവിടെ പൊതുവിജ്ഞാനത്തിന് 40 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അതായത് പൊതുവിജ്ഞാനത്തിൽ ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം, ഭരണവും ഭരണ സംവിധാനവും, ജീവശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം, കലാ, കായിക, സാഹിത്യ, സംസ്കാരം. സോ ഇത്രയും ഏരിയാസിന് കൂടിയിട്ട് 40 മാർക്കാണ് ഇവിടെ നമ്മുടെ GKയുടെ പൊതുവിജ്ഞാനത്തിന്റെ ഭാഗത്ത് വെയിറ്റേജ് വരുന്നത്. ഇനി ആനുകാലിക വിഷയങ്ങളിൽ 10 മാർക്കും മാത്സിന് 10 മാർക്കും, അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് 30 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. CAക്ക് എത്രയാണ്? 10 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഇനി 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിനുള്ളതാണ്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമ്മുടെ മുന്നിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഡേയ്സ്, അതായത് ഇനി നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു സിലബസ് അനുസരിച്ചിട്ട് ഫലപ്രദമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എക്സാം ഹാളിൽ പോയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് നോക്കാം ഈ ഒരു ഏരിയാസിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതെന്ന്. ഇപ്പം ഹിസ്റ്ററിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ചരിത്രം 3 ടൈപ്പ് ഓഫ് ചരിത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് കേരളത്തിന്റെ ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം, ലോക ചരിത്രം, 3 ഹിസ്റ്ററി നമുക്കുണ്ട്. സോ ഈ 3 ഹിസ്റ്ററിക്കും കൂടി വരുന്ന മാർക്ക് വെയിറ്റേജ് എന്ന് പറയുന്നത് 5 മാർക്കാണ്. അതായത് അത്രയും വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഏരിയക്ക് വരുന്നത് വെറും 5 മാർക്കാണ്. നമ്മൾ 3 ഹിസ്റ്ററി മൊത്തം ഇരുന്ന് പഠിച്ചാലും നമുക്ക് 5 മാർക്കേ കിട്ടുന്നുള്ളൂ. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ എന്ത് ചെയ്യുക? സ്മാർട്ട് സ്റ്റഡി നടത്തുക. അതായത് നമുക്ക് വേണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് 3 ഹിസ്റ്ററി മൊത്തം ഇരുന്ന് തീർക്കാം. 3 ഹിസ്റ്ററി മൊത്തം ഇരുന്ന് തീർത്താൽ 1 വർഷം പോലും കഴിയില്ല, അത് വേറെ കാര്യം. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സ്മാർട്ട് മെത്തേഡ് ആണ്. ഇവിടെ എന്താ ചെയ്യാൻ പറ്റുന്നത്? റിപ്പീറ്റഡ് ആയിട്ട് PSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയാസ് ഉണ്ട്. ഹിസ്റ്ററിയുടെ ഏരിയാസിലാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഏരിയാസ് ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യാം. തീർച്ചയായിട്ടും യൂറോപ്യന്മാരുടെ ആഗമനം തീർച്ചയായിട്ടും വരുന്ന ഒരു ഏരിയ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ യൂറോപ്യന്മാരുടെ ആഗമനം അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ വരവ്, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് വലിയ വാസ്റ്റ് ആയി കിടക്കുന്ന ഏരിയ തന്നെയാണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ അതിനെ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? യൂറോപ്യന്മാരുടെ വരവിൽ തന്നെ ഏത് ഭാഗമാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഏത് ഭാഗമാണ്? യൂറോപ്യന്മാരുടെ ആഗമനം, അറൈവൽ ഓഫ് യൂറോപ്യൻസിന്റെ ഭാഗത്ത് എവിടെയാണ് കൂടുതൽ ചോദ്യം വന്നിരിക്കുന്നത്? പോർച്ചുഗീസ്, പിന്നെ ബ്രിട്ടീഷുകാർ, ഡച്ച്, അല്ലെ? ബ്രിട്ടീഷുകാരുടെ അധികം വരുന്നില്ല നമുക്ക്, എങ്കിൽ പോലും പോർച്ചുഗീസും ഡച്ചും അവരുടെ കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വന്നിരിക്കുന്നത്. സോ യൂറോപ്യന്മാരുടെ ആഗമനം പഠിക്കുമ്പോൾ ആ ഒരു ഏരിയക്ക് ഫോക്കസ് കൊടുത്തിട്ട് പഠിക്കാം. ഇനി നമ്മുടെ ട്രാവൻകൂർ ഹിസ്റ്ററി ഉണ്ട്. ട്രാവൻകൂർ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് മാർത്താണ്ഡവർമ്മയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാം. ആദ്യത്തെ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ മാർത്താണ്ഡവർമ്മയിൽ നിന്ന് പലതായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. കൊളച്ചിൽ വാറിന്റെ അവിടെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ മാർത്താണ്ഡവർമ്മയ്ക്ക് ഫോക്കസ് കൊടുക്കുക. ഇനി നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നവോത്ഥാന പ്രസ്ഥാനങ്ങളും നേതാക്കന്മാരെയും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എല്ലാവരെയും പഠിക്കുക. അവിടെ തന്നെ വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികളെയൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പൊ അവിടെ അങ്ങനെ ആ രീതിയിൽ വേണം നിങ്ങൾ അവിടെ ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പൊ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ പഠിക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വന്നിരിക്കുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടല്ലോ, ആ ഏരിയക്കാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്കിവിടെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ കേസസ് പറയുമ്പോൾ ഇവിടെ ഐക്യ കേരള പ്രസ്ഥാനത്തിന് മസ്റ്റ് ആയിട്ട് ഫോക്കസ് കൊടുക്കണം. കാരണം ഇവിടെ നിന്ന് നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഐക്യ കേരള പ്രസ്ഥാനം പഠിച്ചിട്ടേ പോവാവുള്ളൂ, അത് വളരെ നിർബന്ധമുള്ളതാണ്. സോ ഇങ്ങനെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ഐക്യ കേരള പ്രസ്ഥാനം തുടങ്ങിയ ഭാഗങ്ങൾ, അതുപോലെ തന്നെ അറൈവൽ ഓഫ് യൂറോപ്യൻസ് തുടങ്ങിയ ഭാഗങ്ങൾക്ക് ആദ്യം ഫോക്കസ് കൊടുക്കുക. അവിടെ നിന്ന് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഏരിയനെ അപ്രോച്ച് ചെയ്യേണ്ടത്.
ഇത് എത്ര പഠിച്ചാലും നമുക്ക് അവിടെ 5 മാർക്കേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് കേരള ഹിസ്റ്ററിയിൽ നിന്നും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും കൂടിയിട്ട് 5 മാർക്കേ ഉള്ളൂ. സോ അതിനനുസരിച്ച് പഠിക്കുക. അല്ലാണ്ട് നിങ്ങൾക്ക് ഈ ഒരു 5 മാർക്കിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളതൊക്കെ സ്കിപ്പ് ചെയ്ത് ഇത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെയാണ് നമുക്ക് മണ്ടത്തരം സംഭവിക്കുന്നത്. സോ ആ ഒരു മാർക്ക് വെയിറ്റേജിനെ വൈസ്ഫുൾ ആയിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പം ഇവിടെ നമുക്ക് പറയാനാണെങ്കിൽ കൂടുതലും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ചോദിക്കുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് ഗാന്ധിയൻ ഇറയാണ്, ഗാന്ധിയുടെ കാലഘട്ടമാണ്. 1917 തൊട്ടിട്ട് 1947 വരെയുള്ള കാലഘട്ടം, ഗാന്ധി വന്ന സമയം, ഗാന്ധിയുടെ ആദ്യകാല മൂവ്മെന്റുകൾ, അതുപോലെ തന്നെ ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഓരോ പ്രസ്ഥാനങ്ങളും മൂവ്മെന്റുകളും കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു വെക്കുക. പിന്നെ INC പ്രധാനപ്പെട്ട സെഷൻസ് പഠിക്കുക, INCയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സെഷൻസ് പഠിക്കുക. പിന്നെ നമ്മുടെ ആ ഒരു സമയത്ത് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വർത്തമാന പത്രങ്ങൾ ഏത്, ആ ഒരു സമയത്ത് കലാസാഹിത്യം, ആ സമയത്ത് വർത്തമാന പത്രങ്ങൾ ഏത് എന്നുള്ളത് പഠിക്കുക. അപ്പോൾ ആ ഒരു ഏരിയയിൽ അത് തന്നെയാണ് പഠിക്കാനുള്ളത്. ഇതിന് കൂടെ നിങ്ങൾ പഠിക്കുന്നത് റിവോൾട്ട് ഓഫ് 1857 ആണ്. 1857 റിവോൾട്ടും കൂടി പഠിച്ചു വെക്കുക. 1857 റിവോൾട്ട് പഠിക്കുമ്പോൾ അവിടുത്തെ ലീഡേഴ്സും ആ ലീഡേഴ്സ് വന്നിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെ, ഇപ്പൊ നമ്മുടെ റാണി ലക്ഷ്മിബായി അവരുടെ പ്ലേസ് ഏത്, അങ്ങനെയുള്ളതുണ്ടല്ലോ, ആ കാര്യമാണ് അവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. സോ അടുത്തത് ലോക ചരിത്രം. ലോക ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറയാനൊന്നുമില്ല. ഇവിടെ നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് ഫ്രഞ്ച് വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ലെവൽ പരീക്ഷകൾക്കും വരാറുണ്ട്. 10th ലെവൽ ആണെങ്കിലും +2 ലെവൽ ആണെങ്കിലും ഡിഗ്രി ലെവൽ ആണെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയ തന്നെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ. വിട്ടുകളയരുത്. റവല്യൂഷൻ എന്നുള്ള ഏരിയ കൃത്യമായി തന്നെ പഠിക്കണം. 1 മാർക്ക് ഇവിടെ ഷുവർ ഷോട്ടാണ്. അവിടെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ ഒന്നുമില്ല. ആ 1 മാർക്ക് നിങ്ങൾ കളയരുത്. കാരണം ഇത് നമുക്ക് ലിമിറ്റഡ് സമയത്ത് പഠിച്ചിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏരിയയാണ്. സോ 1 to 2 മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ റെവല്യൂഷൻ കൃത്യമായിട്ട് തന്നെ പഠിക്കുക, അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ് ഐക്യരാഷ്ട്ര സംഘടന. ഓക്കെ, അപ്പോൾ റെവല്യൂഷൻസും ഐക്യരാഷ്ട്ര സംഘടനയും കൃത്യമായ ഫോക്കസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഞാൻ ഇപ്പോഴും പറയുന്നു, ഹിസ്റ്ററിക്ക് ഇത്രയും ഹിസ്റ്ററി പഠിച്ചാലും നമുക്ക് 5 മാർക്കേ വെയിറ്റേജ് വരുന്നുള്ളൂ. ആ 5 മാർക്ക് മാത്രം പഠിക്കാൻ വേണ്ടി ഇരിക്കരുത്. അതിനെ നിങ്ങൾ അതായത് സ്മാർട്ടായിട്ട് പഠിച്ചിട്ട് തന്നെ ആ ഒരു 5 മാർക്കിനെ നിങ്ങൾ ഫേസ് ചെയ്യുക. അപ്പം ഈ ഒരു ഏരിയ, ലോക ചരിത്രത്തിന്റെ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ പോയാലും 1 to 2 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ലിമിറ്റഡ് ടൈമിൽ പഠിച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചരിത്രത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് ലോക ചരിത്രമാണ്. അപ്പം അത് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. ഇനി നമുക്ക് ഭൂമിശാസ്ത്രത്തിലേക്ക് വരാം. ഭൂമിശാസ്ത്രം ഈ പറഞ്ഞതുപോലെ നമുക്ക് 3 ഭൂമിശാസ്ത്രങ്ങളുണ്ട്. നമ്മുടെ ബേസിക് ജോഗ്രഫി അല്ലെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി. ഓക്കെ, 3 ജോഗ്രഫികളാണുള്ളത്. ഇവിടെയും നമുക്ക് എത്രയാണ്, ഇതും വാസ്റ്റ് ആയി കിടക്കുന്ന ഏരിയ ആണ്. അവിടെ 5 മാർക്ക് തന്നെ അവിടെയും വെയിറ്റേജ് വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് സ്മാർട്ടായിട്ട് പഠിക്കാൻ സാധിക്കും. ഭൂമിയുടെ ഘടന 1 മാർക്ക് ഷുവർ ഷോട്ട്. ഓക്കെ, അടുത്തത് അന്തരീക്ഷം, പാറകൾ. ഇവിടെയും നമുക്ക് 1 മാർക്ക് ഷുവർ ഷോട്ട് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, റിപ്പീറ്റഡ് ഭാഗമാണ്. അതുപോലെ തന്നെ അന്തരീക്ഷമർദ്ദം, കാറ്റ്. എക്സാം ടഫ് ആവുകയാണെങ്കിൽ അന്തരീക്ഷമർദ്ദം, കാറ്റ് എന്നുള്ള ഏരിയയിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ സാധ്യത. ഒരു ടഫ് എക്സാം ആണെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ ഇപ്പം മാപ്പുകൾ, പ്രത്യേകിച്ച് ടോപ്പോഗ്രഫിക് മാപ്പുകളുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വന്നു കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ഏരിയക്ക് എന്ത് ചെയ്യുക, ഫോക്കസ് കൊടുത്തുകൊണ്ട് പഠിക്കാം. ഇതിനർത്ഥം മറ്റ് ഏരിയാസ് പഠിക്കരുത് എന്നല്ല. നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ഫോക്കസ് കൊടുക്കേണ്ടത് ഈ ഏരിയാസ് പഠിച്ചതിന് ശേഷം ബാക്കി ഏരിയാസ് പഠിക്കുക. ഈ ഏരിയാസിന് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ ബാക്കി ഏരിയാസ് ഫോക്കസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഏരിയയ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളും കൂടി, കാരണം ഈ ഒരു ലെവലിനനുസരിച്ചാണല്ലോ, ഡിഗ്രി ലെവലിൽ നിന്നും +2 ലെവലിലോട്ടേക്കൊക്കെ വരുമ്പോൾ ലെവലിൽ കുറച്ച് വ്യത്യാസമുണ്ട്. സോ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വേണമെങ്കിൽ ഫാക്ച്വൽ രീതിയിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ആവർത്തിക്കാവുന്നതാണ്. സോ അടുത്ത് നോക്കാം, ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ ഉത്തരപർവ്വത മേഖല വിട്ടുകളയരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരപർവ്വത മേഖല ഇന്ത്യൻ ജോഗ്രഫിയിൽ നിങ്ങൾ എപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻസ് ഉണ്ട്. എത്ര ഡിവിഷൻസ് ഉള്ളത്? 6 ഡിവിഷൻസ് ഉണ്ട്. ഈ 6 ഡിവിഷൻസും കൃത്യമായി തന്നെ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഷുവർ ഷോട്ട് ആയിട്ട് അവിടെ 1 to 2 മാർക്ക് ഷുവർ ഷോട്ട് ആണ്. ഈ 6 ഫിസിക്കൽ ഡിവിഷൻ പഠിക്കുന്നതിൻ്റെ ഒപ്പം അതിൻ്റെ കൂടെ നദികളും കൂടി പഠിച്ചു പോയാൽ മതിയാകും. അപ്പം 6 ഫിസിക്കൽ ഡിവിഷൻസിനെയും ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കുക. 6 ഫിസിക്കൽ ഡിവിഷൻ്റെ ഒപ്പം എന്ത് പഠിക്കുക, നദികളെയും കൂടി കമ്പൈൻ ചെയ്ത് പഠിച്ചാൽ മതി. അവിടെ നിങ്ങൾക്ക് 1 to 2 മാർക്ക്, 5 മാർക്കിൽ ഒന്നെങ്കിൽ 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ അവിടെ ചോദ്യങ്ങൾ വരാം. കേരള ജോഗ്രഫിന്റെ ഒരു കേസിൽ ചോദ്യങ്ങൾ ഇപ്പം കുറയുന്ന ഒരു ട്രെൻഡ് കാണുന്നുണ്ട്.
കേരള ജോഗ്രഫിയിൽ ഈ പറഞ്ഞതുപോലെ നദികളുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും കൃത്യമായും പഠിക്കണം. കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും കൃത്യമായും തന്നെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയി കാണുന്നത് ഗതാഗതവുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സോ ആ ഏരിയാസ് ഒക്കെ ഫാക്ച്വൽ ഓറിയന്റഡ് രീതിയിൽ ഫാക്ടുകൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. അപ്പൊ ജോഗ്രഫിയുടെയും ഹിസ്റ്ററിയുടെയും കേസിൽ ഇതാണ് പറയാനുള്ളത്. ഇനി ധനതത്വശാസ്ത്രം ഇക്കണോമിക്സിലേക്ക് വരികയാണെങ്കിൽ 5 മാർക്ക് അവിടെ വെയിറ്റേജ് ഉണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്രയും ടോപ്പിക്കേ നമുക്ക് പഠിക്കാനുള്ളൂ. നേരത്തെ നമ്മൾ ഹിസ്റ്ററി ജോഗ്രഫി പറഞ്ഞപ്പോൾ വലിയ ടോപ്പിക്കാണ്. ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്നു. എന്നാൽ 5 മാർക്കേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇക്കണോമിക്സിന് ആകെ ഇത്രയും ടോപ്പിക്കേ പഠിക്കാനുള്ളൂ, അവിടെ 5 മാർക്ക് ഉണ്ട്. ഈ 5 മാർക്കും നമ്മുടെ കയ്യിൽ സേഫ് ആണ്. നമുക്ക് ഷുവർ ഷോട്ട് ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന 5 മാർക്കാണിത്. ഇവിടെ നിങ്ങൾക്ക് വിട്ട് കളയാൻ ഒന്നുമില്ല. ഇന്ത്യൻ സാമ്പത്തിക രംഗം വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കാം. സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ ഇല്ലാത്ത ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നുള്ളത്? അതായത് നമ്മൾ കാണുന്ന മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും പഞ്ചവത്സര പദ്ധതികൾ ഉണ്ട്. ഈ പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുമ്പോൾ അതിന്റെ ഒപ്പം പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യമാണ് പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗവും. അതായത് ഇന്ത്യൻ പ്ലാനിംഗ് എന്നുള്ള ഒരൊറ്റ ഹെഡിങ്ങിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് പ്ലാനിംഗ് കമ്മീഷൻ പഠിക്കാം, നീതി ആയോഗ് പഠിക്കാം, പഞ്ചവത്സര പദ്ധതികൾ പഠിക്കാം. സോ ആ ഏരിയാസിനെ കമ്പൈൻ ചെയ്ത് കൊണ്ടുപോവുക. അവിടെ ഉണ്ട് നിങ്ങൾക്ക് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ. നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, അവിടെ RBIയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവത്തിൽ നിന്ന് ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. എം എസ് സ്വാമിനാഥന്റെ മരണശേഷം ഹരിത വിപ്ലവത്തിന് നിരവധി ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. സോ അതൊരു ട്രെൻഡാണ് ഇപ്പോഴത്തെ. അപ്പൊ ഹരിത വിപ്ലവം പഠിക്കാം. അപ്പം ധനതത്വശാസ്ത്രത്തിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ലിമിറ്റഡ് ടോപ്പിക്കാണുള്ളത്. ചുരുങ്ങിയ സമയം കൊണ്ട് ഈസി ആയിട്ട് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ മുൻഗണന കൊടുക്കേണ്ട ഏരിയ ആണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. കാരണം അവിടെ 5 മാർക്ക് ഉണ്ട്, കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. ഇന്ത്യൻ ഭരണഘടന 8 മാർക്കാണ് ഇവിടെ വെയിറ്റേജ് വരുന്നത്. മുന്നേയൊക്കെ നമ്മൾ 5 മാർക്കിന്റെ കേസ് പറയുമ്പോൾ ഇവിടെ 8 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രത്യേകത എന്താ? മറ്റു ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ നമുക്ക് വരുന്ന ആ ഒരു മടുപ്പ്, അത്രയും മടുപ്പ് ചിലപ്പോൾ ഇന്ത്യൻ ഭരണഘടന പഠിക്കുമ്പോൾ നമുക്ക് വരില്ല. കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാം. അതായത് ഇപ്പൊ ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും ഒക്കെ പഠിക്കുമ്പോൾ പലർക്കും കുറച്ച് ഓവർ സ്ട്രെസ്ഡ് ആയി പോകാറുണ്ട്. കുറേ പഠിക്കാനുള്ളത് പോലെ കുറച്ച് മനസ്സിലായ്മ, കുറെ കോൺസെപ്റ്റ് ഒക്കെ പഠിക്കാനുണ്ട്. ഇക്കണോമിക്സ് ആണെങ്കിലും ജോഗ്രഫിയിലൊക്കെ കുറെ കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാം. ഇവിടെ നോക്കിക്കേ, ഭരണഘടനാ നിർമ്മാണ സമിതി, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. 1 മാർക്ക് അവിടെ ഉണ്ട്. ഓക്കെ. ആമുഖം ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ഇതൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇമ്പോർട്ടൻ്റ് ഏരിയാസ് തന്നെയാണ്. മൗലിക കടമകൾ. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറഞ്ഞ് കൃത്യമായിട്ടും സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 42, 44, 52, 73, 74, 86, 91 എല്ലാം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ കൃത്യമായിട്ട് അവരത് മെൻഷൻ ചെയ്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ചോദ്യങ്ങൾ വരാൻ നല്ല സാധ്യതയുണ്ട്. ഇതിൽ തന്നെ 42, 44, 73, 74 കൃത്യമായി ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാം. അതിൻ്റെ കൂടെ 100 തൊട്ട് 106 വരെയുള്ള ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയും കൂടി നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു പോവാം. ഇതൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നല്ല പറയുന്നത്. കൃത്യമായിട്ടും ഈ ഓരോ ഭേദഗതികളും എന്തിനാണ് വന്നതെന്നും അതിലെന്താണ് ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലാക്കി വെച്ചാൽ മതിയാകും. ഓക്കെ. ഇനി ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ലിസ്റ്റുകൾ ചോദിക്കുന്നത്. ലിസ്റ്റുകൾ പഠിച്ചു വെക്കുക. ഇതിൽ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. സ്ഥാപനങ്ങളിൽ നിങ്ങൾ കറണ്ട് അഫയർ മിക്സ് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത്. അതായത് ലേറ്റസ്റ്റ് അപ്പോയിൻമെന്റ് ആണ് അവിടെ നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 8 മാർക്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് 5 to 6 മാർക്കൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഭരണഘടനയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇത്തരത്തില് വെയിറ്റേജ് വരുന്ന ഏരിയാസ് നോക്കുക. കൂടുതൽ വെയിറ്റേജ്, ലിമിറ്റഡ് ടൈമിൽ നമുക്ക് കൂടുതൽ വെയിറ്റേജ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസിനാണ് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടത്? പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സോ അങ്ങനത്തെ ഏരിയാസ് കൂടുതൽ നോക്കിയിട്ട് പഠിച്ചാൽ മതിയാകും. കേരളം ഭരണവും ഭരണ സംവിധാനവും 3 മാർക്കേ ഉള്ളൂ. അത്യാവശ്യം നല്ല രീതിക്ക് പഠിക്കാനുണ്ട്. വാസ്റ്റ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. പക്ഷെ 3 മാർക്കേ അവിടെ വെയിറ്റേജ് ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? എല്ലാം കുത്തിയിരുന്ന് പഠിച്ച് പോവാന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്യുക. സിവിൽ സർവീസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ സിവിൽ സർവീസിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ എണ്ണം ഇപ്പൊ കുറഞ്ഞും കാണുന്നുണ്ട്. സോ എന്ന് കരുതി അത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. സിവിൽ സർവീസ് പഠിക്കുക. ഭരണഘടനാ സ്ഥാപനങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിരുന്നു. ഇവിടെ നമുക്ക് ഭരണഘടനാ സ്ഥാപനങ്ങൾ പഠിക്കാം. സ്ഥാപനങ്ങളും കമ്മീഷനും പഠിക്കുമ്പോൾ എന്താണ് പഠിക്കേണ്ടത്? ലേറ്റസ്റ്റ് അപ്പോയിന്റ്മെന്റുകളാണ് പഠിക്കേണ്ടത്. ഓക്കെ. നിലവിലെ ചെയർമാൻ ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇനി ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക്
ഇവിടെ ഒരു ടോപ്പിക് ഉണ്ട്, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, സ്ത്രീകൾ ഇവരുടെ സംരക്ഷണം, സാമൂഹ്യ ക്ഷേമം, സാമൂഹിക സുരക്ഷിതത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പഠിക്കേണ്ടത് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട സ്കീമുകളാണ്. ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട സ്കീമുകൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് പഠിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പറയാനുള്ളത് ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സോ ദുരന്ത നിവാരണത്തിന് പ്രാധാന്യം കൊടുത്തു തന്നെ പഠിക്കുക. അതുപോലെ തന്നെ തണ്ണീർത്തട സംരക്ഷണത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 3 മാർക്കേ വെയിറ്റേജ് ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ പഠനത്തെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആ ഒരു 3 മാർക്കിന് വേണ്ടി ഇതിൽ ഫുൾ സമയം ഇതിൽ കൊണ്ട് ഇരുന്ന് ആ ടൈം ഫുൾ വേസ്റ്റ് ആക്കിയും കളയരുത്. അപ്പോൾ അവിടെ നിന്ന് വൈസായിട്ട് ചിന്തിച്ചിട്ട് വേണം ഈ ഒരു ഏരിയാസ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞ ഭാഗം 4 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, അതിന്റെ പ്രത്യേകത എന്താ? വലിയ ടോപ്പിക്കാണ്. ഒരു വർഷം ഫുള്ള് ഇരുന്നാലും നമുക്കത് തീർക്കാൻ വേണ്ടി സാധിക്കില്ല, അത്ര വലിയ ടോപ്പിക്കാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യേണ്ടതില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാം. നിങ്ങൾക്ക് തൊട്ട് താഴെ കിടക്കുന്ന ജീവകങ്ങളും ധാതുക്കളും അപര്യാപ്തതായ രോഗങ്ങളും എന്താണ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ചെറിയ സമയത്ത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. 1 മാർക്ക് ഇവിടെ കിട്ടും. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. 1 മാർക്ക് ഇവിടെ കിട്ടും. ഓക്കെ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കറണ്ട് അഫേഴ്സിൽ കയറി വരും, അവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ജീവിതശൈലി രോഗങ്ങളും ഒന്നെങ്കിൽ സാംക്രമിക രോഗങ്ങളിൽ നിന്നായിരിക്കും ചോദ്യം, അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നായിരിക്കും. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. സോ അവിടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. ഇവിടത്തേക്ക് പ്രത്യേക ജീവിതശൈലി രോഗങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ഉണ്ട്, അതുപോലെ തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ താഴേക്കുള്ള ഏരിയാസ് ഒക്കെ നമുക്ക് ചെറിയ സമയത്ത് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്നത് വലിയ ടോപ്പിക്കാണ്, പഠിച്ചെടുക്കാൻ കൂടുതൽ സമയം ആവശ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിച്ചാലും 1 മാർക്കിനല്ലേ ചോദിക്കുള്ളൂ. അതായത് ടോട്ടൽ 4 മാർക്കേ ഉള്ളൂ. ഈ മനുഷ്യ ശരീരത്തെ പറ്റി ചോദിച്ചാലും 1 മാർക്കിനല്ലേ ചോദിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ആ 1 മാർക്കിന് വേണ്ടിയിട്ട് ഈ ബാക്കി ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്താ ഇവിടെ നിങ്ങളുടെ 3 മാർക്ക് നിങ്ങൾക്ക് നഷ്ടാവൂലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഏരിയാസിന് പ്രയോറിറ്റൈസ് കൊടുക്കുക. ഈ ഏരിയാസ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കുക, മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള പൊതു അറിവ് പഠിക്കുക. ഓക്കെ, അടുത്തത് ഭൗതിക ശാസ്ത്രമാണ്. 3 മാർക്കാണ് വെയിറ്റേജ്. ഭൗതിക ശാസ്ത്രം ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. ഇത് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ്, ഇപ്പം ചലനം, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, അതുപോലെ തന്നെ ലെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത്. പിന്നെ ബലം, ഗുരുത്വാകർഷണം, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭൗതിക ശാസ്ത്രം എന്നുള്ള സെക്ഷനിൽ പഠിക്കുക. ഇവിടെ നമുക്ക് 3 മാർക്കേ വെയിറ്റേജ് വരുന്നുള്ളൂ. കെമിസ്ട്രിയുടെ കാര്യത്തിലോട്ടേക്ക് പറയുകയാണെങ്കിലും ഇവിടെ നമ്മൾ ആറ്റം, അതുപോലെ തന്നെ നമ്മുടെ ആവർത്തന പട്ടിക റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ലോഹങ്ങൾ, അലോഹങ്ങൾ, pH മൂല്യം കൃത്യമായും പഠിച്ചു വെക്കുക. ലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡ്, ആൽക്കലി, ആ ഏരിയാസിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം രസതന്ത്രത്തിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കലാ, കായികം, സംസ്കാരം 4 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. കലാ, കായികം, സംസ്കാരം, സാഹിത്യം എന്ന് പറഞ്ഞിട്ട് ഒരു അത്യാവശ്യം വാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്തുണ്ട്, ടോപ്പിക്കുകളുണ്ട്. പക്ഷെ 4 മാർക്ക് വെയിറ്റേജ് വരുന്നുള്ളൂ. കലയിൽ നിന്ന് തന്നെ നമുക്ക് ചോദിക്കാറുള്ളത് ഈ ഒരു പ്രശസ്തമായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്നുള്ള ഏരിയാസ് ആണ്. ഇവിടെ ഈ ഒരു ഏരിയയിൽ കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത് സാഹിത്യത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കായികത്തിന്റെ ഭാഗത്തു നിന്നുമാണ്. അപ്പൊ നിങ്ങൾക്ക് കായികത്തിന്റെ ഭാഗത്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് ഇപ്പം നമ്മുടെ ഒളിമ്പിക്സ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അവാർഡുകൾ, സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടേംസ്, പ്രധാനപ്പെട്ട പദങ്ങൾ, അതുപോലെ തന്നെ പ്രധാന കായിക ഇനങ്ങൾ, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ ആ ഒരു ഏരിയക്ക് ഫോക്കസ് ചെയ്യുക. ഇവിടെയൊക്കെ പഠിക്കുമ്പോൾ എന്താ പ്രത്യേകത, നിങ്ങൾ കറണ്ട് അഫെയർ വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. കറണ്ട് അഫെയറിന് കൃത്യമായിട്ടും പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്നുള്ള ഏരിയനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 4 മാർക്ക് വെയിറ്റേജ് വരുന്നുള്ളൂ. സ്പോർട്സിലേക്ക് വരുമ്പോഴേക്കും നമുക്കിവിടെ സാഹിത്യം പഠിക്കാനുണ്ട്. അതിൽ തന്നെ നമുക്ക് ജ്ഞാനപീഠ ജേതാക്കളെ പഠിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എഴുത്തുകാർ, അവരുടെ കൃതികൾ, അവരുടെ തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ഏതെങ്കിലും അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവാർഡ്സുകളും പഠിച്ചു വെക്കുക. ഓക്കെ, സംസ്കാരത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊന്നും വന്നു കാണാറില്ല. അവിടെ തന്നെ ആഘോഷങ്ങളെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. പ്രധാനപ്പെട്ട ആഘോഷങ്ങളെ ഒന്ന് നോക്കിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രങ്ങളും കൂടിയിട്ട് ഒന്ന് പഠിക്കുക. ശരി, ഇനി ആനുകാലിക വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ 10 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. 10 മാർക്ക് ഉണ്ട് CAക്ക്. സോ ലാസ്റ്റത്തെ 1 to 2 വർഷത്തെ ഏറ്റവും കുറഞ്ഞത്
ഒരു വർഷത്തെ കറണ്ട് അഫെയർ കൃത്യമായിട്ട് തന്നെ പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക. പരീക്ഷയ്ക്ക് തൊട്ട് മുന്നേയുള്ള ഒരു വർഷത്തെ ആ ഒരു കറണ്ട് അഫെയർ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് തന്നെ പോവുക. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം സ്കിപ്പ് ചെയ്യാൻ ടോപ്പിക്കുകളൊന്നുമില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. 30 മാർക്ക് വെയിറ്റേജ് വരുന്നുണ്ട്. 30 മാർക്കിൽ നന്നായി പഠിക്കുന്ന ഒരാൾക്ക് 26 to 28, 26 മാർക്കോളം, 26-27 മാർക്കോളം സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇവിടെ എന്താണ് ആവശ്യം? ഇവിടെ ആവശ്യം പ്രാക്ടീസ് ആണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ്, എന്നും പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി പഠിക്കുക. ഡെയിലി നിങ്ങൾ GK പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം, ഇംഗ്ലീഷ് വൊക്കാബുലറി പഠിക്കണം, മലയാളം വൊക്കാബുലറി പഠിക്കണം. അപ്പോൾ ഡെയിലി നിങ്ങൾ കുറച്ച് പഠിച്ചാൽ മതി. അതായത് ഡെയിലി ഇരുന്നിട്ട് 3 മണിക്കൂർ അതിന് വേണ്ടി കൊടുക്കണം എന്നല്ല പറയുന്നത്. 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് 10 വാക്കുകൾ പഠിച്ചുകൂടെ? അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് 5 വാക്കുകൾ പഠിച്ചുകൂടെ? എക്സാം ആകുമ്പോഴേക്കും ഓരോ ദിവസത്തെ 5 വാക്കുകൾ ചേർത്ത് വെക്കുമ്പോൾ തന്നെ എക്സാം ആകുമ്പോഴേക്കും ഒരുപാട് വാക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. സോ ഡെയിലി കുറച്ച് സമയം എന്ത് ചെയ്യുക, കുറച്ച് സമയം ഈ ഒരു ഏരിയാസിന് നിങ്ങൾ മാറ്റി വെച്ചേ മതിയാവുള്ളൂ. അത് മസ്റ്റാണ്. സോ ആ 30 മാർക്ക് എന്ന് പറയുന്നത് റാങ്ക് മേക്കിംഗ് തന്നെയാണ്. അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം അവിടെ ഒന്നും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ മാർക്ക് കൊണ്ടുപോയിട്ട് കളയരുത്. കൃത്യമായിട്ട് തന്നെ ആ ഒരു ഏരിയ പഠിച്ചു വെക്കുക. സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് വരാം. 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക്. സ്പെഷ്യൽ ടോപ്പിക്കിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ കേരള ജയിൽ വകുപ്പ് ഘടനയും പ്രവർത്തന രീതിയും 5 മാർക്കാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 5 മാർക്ക്, വിവരാവകാശ നിയമം 5 മാർക്ക്, മനഃശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ 5 മാർക്കാണ്. ഇവിടെ സ്പെഷ്യൽ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്ത് പഠിക്കാൻ പറയാനൊന്നുമില്ല. 20 മാർക്കാണ്. റാങ്ക് മേക്കിംഗ് ആണ് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയാം. സോ ഓരോ ഏരിയാസും കൃത്യമായി തന്നെ എന്ത് ചെയ്യുക, കൃത്യമായി തന്നെ വൃത്തിയിൽ ഈ ഒരു ഓരോ 5 മാർക്കും ഓരോ ഏരിയാസിൽ നിന്നും 3 to 4 മാർക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പം ഇതാണ് നമുക്ക് സിലബസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, സിലബസുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെ, എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ കൃത്യമായിട്ടൊരു അടുക്കും ചിട്ടയോടും കൂടി പഠിച്ച് കുറച്ചും കൂടി സ്മാർട്ടായിട്ടുള്ള രീതിയിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും എക്സാം ആകുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എക്സാം അറ്റൻഡ് ചെയ്യാനും നല്ലൊരു റാങ്കിലോട്ടേക്ക് കയറി വരാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ബേസ്, അതായത് നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കിയിട്ട് വേണം നമുക്ക് മുകളിലോട്ട് കയറി പോകാൻ. പഠിക്കുന്ന കാര്യത്തിൽ ഓരോ സ്റ്റെപ്പ് മുകളിലോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ഫൗണ്ടേഷൻ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കായി CC ഒരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്, നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർക്ക് വേണ്ടിയിട്ട്. ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഡെയിലി ടോപ്പിക് റിവിഷൻ, അതുപോലെ തന്നെ PYQ ഡിസ്കഷൻ, സ്പെഷ്യൽ മെന്റർഷിപ്പ് സപ്പോർട്ട്, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളുടെ നോട്ടുകളും എക്സ്ട്രാ എക്സാംസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ബാച്ചിന്റെ ഭാഗമാകാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കിട്ടുന്നതിനായിട്ട് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്